എന്റെ ഭാഗത്ത് പറ്റില്ല പ്ലീസ്. ഞാനത് പിടിച്ചു തരാം. സാറ് പറഞ്ഞു കാർഡെടുക്കാൻ ട്രെയിനിങ് കൊടുക്കും. അങ്ങനെ തത്ത കാർഡെടുത്ത് ഒരു ദിവസം എന്റെ വീട്ടിലെ റേഷൻ കാർഡ് കൊത്തിക്കൊണ്ട് ഒരൊറ്റ പോക്ക. ഇപ്പൊ മാസം ഫോണിൽ മെസ്സേജ് വരും, ഈ പന്ന തത്ത ഏതോ റേഷൻ കിടന്ന് റേഷൻ വാങ്ങണമെന്ന്. എല്ലാം കണ്ടിട്ടേ മുരിങ്ങാക്കോലോ കൊണ്ട് പോണവരെ മുരിങ്ങാക്കോലും കൊണ്ട് രൂപയ്ക്ക് പോകണം. നേടാ നിങ്ങൾ എഴുത്തതിന് ശേഷം ഗതി പിടിക്കാതെ നടക്കുകയാണ് ഞാൻ. എങ്ങനെ ഗതി പിടിക്കും? എടാ ഹരിശ്രീ ഗണപതയെന്ന് എഴുതാൻ വേണ്ടിട്ട് വരെ നീ ഈ ഇടുപ്പിൽ തുണ്ടും വെച്ചോണ്ട് വന്നേണ് ആ ചെറുപ്രായത്തിൽ. നിങ്ങളെ നഷ്ടപ്പെടാം, പക്ഷെ പ്രേമിക്കാതിരിക്കരുത്. പ്രേമിക്കാം, പക്ഷെ തലയിലാവരുത്. അങ്ങനെ ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. ആണോ? അനുഭവം കുരു. സങ്കല്പിച്ചോ. ഡോറടയ്ക്കാം. സോറി, ഞാൻ സോറി. ഓക്കേ. മാമൻ അറിയാമോ എന്റെ അച്ഛൻ ആരാണെന്ന്? ആരാണ്? എന്റെ അച്ഛൻ ഭയങ്കര ഒരു വേട്ടക്കാരനായിരുന്നു. 4 കല്യാണം കഴിച്ചു, പക്ഷെ മരിച്ചുപോയി. അപ്പൊ നല്ല വേട്ട നടത്തിയിട്ട് തന്നെ മരിച്ചത്. എന്തായാലും അല്ല എനിക്ക് ആങ്ങളമാരില്ല. ഇവന്റെ വീക്ക്നെസ് കയറി പിടിക്കുന്നല്ലോ. ഇത്രയും വിദ്യാഭ്യാസമില്ലാത്തൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. എടേ, എനിക്ക് വിദ്യാഭ്യാസം ഇല്ലെന്ന് മാത്രം നീ പറയല്. ഞാനേ പഴയ 9 അറിയാമോ? പഴയതൊന്നും അല്ല, ഇപ്പോഴും പൊടിയെട്ടിയെടുത്ത 2 റൗണ്ടൊക്കെ ഓടും. തേച്ചിട്ടങ്ങ് പോയവൾ ഇപ്പോഴാണ് കാണുന്നത്. നിന്റെ കല്യാണം കഴിഞ്ഞാ? ഓ ചേട്ടാ, കുട്ടികൾ എത്ര? 2 ഒരെണ്ണത്തിന് ചേട്ടന്റെ പേരാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. കണ്ടവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ട്രോഫിക്ക് എന്റെ പേരാ. ചേട്ടൻ ഞാൻ കാര്യം ചോദിക്കട്ടെ, നമ്മൾ റീൽ എന്ന് പറയുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇത്രയല്ലേ കാണുള്ളൂ. ചേട്ടൻ ഈ കാണാത്ത സ്ഥലത്തിട്ട് ഇങ്ങനെ താളം തട്ടുന്നേ? ഞാൻ റീൽസിലെ മോഹൻലാല വിരലുകൾ വരെ അഭിനയിക്കുന്ന പറയാം. അമ്മായിയമ്മ വീട്ടിലില്ലെങ്കിൽ ടിവിയിൽ റെസ്ലിംഗ് കണ്ടാലും പുള്ളി ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടൊക്കെ എന്നെ നോക്കും. ഇനി അമ്മായിയമ്മ വീട്ടിലുണ്ടെങ്കിൽ രതി നിർവേദം തൊട്ട് കൊടുത്താലും പുള്ളിയുടെ ഇരിപ്പ് കണ്ടാ തോന്നും ആകാശദൂതാണോ കാണുന്ന. ചിലവരൊക്കെ നല്ല പൈസ വേണമല്ലോ. റേഷൻ കടയിൽ നിന്ന് ഫ്രീ ആയിട്ട് അരി കിട്ടുമല്ലോ. റേഷൻ കടയിലുണ്ട് അച്ഛനും മോനും ബാക്കിലിടാതെ മുന്നോട്ട് പോകണം. എന്റെ പട്ടിക്ക് അഡ്രസ് പറഞ്ഞു കൊടുത്താൽ അഡ്രസ് തെറ്റാതെ വീട്ടിൽ കൊണ്ട് സാധനം കൊണ്ടു കൊടുക്കണം. കൊള്ളാം. പട്ടിയെ ഡെലിവറി പോയിട്ട് വിട്ടിട്ട് തന്തിയാനും മോനും കള്ളച്ചോറ് തിന്നാൻ വേണ്ടിയാണ് നടക്കണല്ലോ. കരമനയാണ് താമസം. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്താണ് ഗ്രാമം. അപ്പോൾ ഞങ്ങൾ ഒരു 7:30-8 മണിയാകുമ്പോൾ അങ്ങോട്ട് ഇറങ്ങും. അവിടെയാണെങ്കിൽ പൊരിഞ്ഞ വെടിയാണ് ഗ്രാമത്തിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പടക്കുകളുമാണ്. കള്ളത്തരം നിനക്ക് കൊച്ചിലെ ഉണ്ടായിരുന്നു. നിന്നെ എഴുതിച്ചിട്ട് ഞാൻ തട്ടത്തിയിരുത്തിയ സമയത്ത് 1 കിലോ അരിയാണ് നീ തട്ടത്തിന്ന് ചന്തി പറ്റിച്ചോണ്ട് പോയത്. എന്റെ രതി, നീ അതിനെ തൊട്ട? ഞാൻ മറ്റുള്ളവരുടെ ഭാര്യയാണ് ചേട്ടാ. ഞാൻ തൊട്ടേ ഇല്ല അല്ലേ? തൊടാലോ, തൊടാൻ പാടില്ല. കുറച്ച് നേരം പട്ടിക്ക് എല്ലാം കഷ്ടപ്പെട്ട് നിർത്തി നടക്കും. കുറെ നേരം തുടങ്ങിയതാണല്ലേ പുല്ല്. ഞങ്ങൾ ഉദ്ദേശം മിച്ചക്കറിക്കല്ലാന്നറിയോ? ജഡ്ജി പറയും ഞങ്ങൾ ഉദ്ദേശം മിച്ചക്കറിക്കല്ല. ആക്കി പോയിക്കോ, എന്നെ വെറുതെ വിട്ട്. കോടതി വെറുതെ വിട്ട് പിന്നെ ചേട്ടൻ ജയിലെത്തി. വെറുതെ വിട്ട സന്തോഷത്തിന് ജഡ്ജിനെ കൂടെ ഫിൽറ്റർ ഇട്ട് ഫോട്ടോ എടുത്തതാ. എന്നിട്ട് അതിനകത്ത് പശ എന്റെ മാമൻ ഓടി വന്നിട്ട് പറഞ്ഞു, ഓടിയോട്ട് വന്നിട്ട് ഇതുപോലെ 2 കൈയും വെച്ച് ഈ നിലവിളക്കി ഞാൻ പിടിച്ചു. കല്യാണം കഴിയുന്നത് വരെ ചമയവളൊക്കെ എടുക്കുന്ന അവിടെ മൊത്തം എന്റെ മാമൻ ഇങ്ങനെ നടത്തു അറിയോ. ഡോക്ടറെ കാണാൻ വന്ന കണ്ടില്ലേ എങ്ങനുണ്ട്? ഞാൻ പ്രതീക്ഷ പോലെ അത്ര സൗന്ദര്യമൊന്നും അല്ല. ചീത്ത കണ്ടു. എന്റെ അച്ഛനെ പള്ളി കൊണ്ട് പൂജിച്ച് വാ പൂജിച്ച് മാറിയില്ല, വായ കൊണ്ട് ചണ്ട കെട്ടി അതിന് മാറിയില്ല. അപ്പൊ സത്യം പറഞ്ഞ വിശ്വസംഖ്യ ഹോമം ചെയ്ത് മഴ കഴിക്കുമെങ്കിൽ എന്റെ അച്ഛൻ ചീത്ത വിളിച്ച് മഴ നിർത്തിക്കും. സത്യം പറഞ്ഞാൽ
കല്യാണത്തിന് തടസ്സമായിരുന്ന ഒരു കിളവുണ്ടായിരുന്നില്ല, അങ്ങനെ തോന്നിയത്? അങ്ങനെ തൂങ്ങി മരിച്ചേട്ടാ. അയ്യോ കഷ്ടമായി പോയി. എന്തായാലും 4 മണിക്ക് സ്കൂൾ വിടും. 3:50 മുമ്പേ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോകേണ്ട ഒരു കാര്യമില്ലായിരുന്നു. താൻ എന്നെ കാണാൻ പോന്നാണോ? ആണെങ്കിൽ ചീട്ടെടുത്തിട്ടുണ്ടോ? ചീട്ടെടുക്കാൻ ഞാൻ തത്തമ്മയോ?